പുതിയ ഒരു ചിക്കൻ കറിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ സ്വന്തം സ്റ്റൈലാണ്. എന്തൊക്കെയോ പറയുന്നു, വായിൽ എന്തൊക്കെയാണ് വരുന്നത്. അത് ഞാൻ ഡബ് ചെയ്യുന്നതിനിടയിൽ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് വരുന്നു. ഒക്കെയുള്ള ബുദ്ധിമുട്ടാണ്, ക്ഷമിക്കണം. അപ്പോൾ ഇത് വെച്ച് കുറേ നാൾ മുമ്പുള്ളൊരു വീഡിയോ ആണ്. എനിക്കത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയി എന്ന് വെച്ചാൽ കുറേ വീഡിയോസൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് അമ്മയുടെ മാത്രം സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കറിയാണ്. ഈ ഒരു കറി ഇപ്പോഴും ഞാനും ട്രൈ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ ആ ഒരു അത്ര ഒരു ഗ്രേവിയിലും അതുപോലെ ഒരു ടേസ്റ്റിലൊന്നും നമുക്ക് കിട്ടില്ല. എങ്കിലും കുഴപ്പമില്ല. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. ഞാനിവിടെ കൂടുതലും നമുക്ക് വെളിച്ചെണ്ണയൊക്കെ കിട്ടാൻ പാടായതുകൊണ്ട് സൺഫ്ലവർ ഓയിലൊക്കെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. പക്ഷെ അമ്മ വെളിച്ചെണ്ണയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കാര്യപരിപാടികളൊക്കെ. അങ്ങനെ ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി വെച്ചു. മസാല എന്ന് വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല, അത് ഓപ്ഷനാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും ഒന്ന് ചൂടാക്കിയിട്ടാണ് ചിക്കനിൽ ചേർക്കുന്നത്. പിന്നെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പോൾ അതിന് ശേഷമാണ് അടുത്ത പരിപാടി. അപ്പോൾ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇതിപ്പോൾ അങ്ങനെയാണ് ചേർക്കുന്നത്. അപ്പോൾ അതിലോട്ട് കുറച്ച് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റും. ഈ ഒരു സമയത്തുണ്ടല്ലോ ഞാൻ വീഡിയോ ഓണാക്കിയിട്ട് ഞാനും അച്ഛനും പിള്ളേർ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ ഓണാക്കിയിട്ട് ആണ് പോയത്. അപ്പോൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേക വീഡിയോയിൽ കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണേന്ന്. പാവ അമ്മ അതും നോക്കിക്കൊണ്ടാണ് സംഭവം. കാരണം നമ്മൾ പറഞ്ഞ് ഏൽപ്പിച്ചതല്ലേ. അപ്പം അമ്മ വന്നിട്ട് അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. കാരണം ഒന്ന് ഭക്ഷണമാക്കി ആകുമ്പോഴേക്കും നമ്മൾ എവിടെയെങ്കിലും പോകുന്ന ഒരു തിരക്കിൽ പിന്നെ ഒരുങ്ങുന്നതൊക്കെ തിരക്കിലൊക്കെ ആയതുകൊണ്ടൊന്നും പറ്റിയില്ല. അപ്പോൾ അമ്മ ചിക്കൻ കറിയുടെ പരിപാടിയിലാണ്. ഇനിയിപ്പോൾ ഇന്ന് രാത്രി ചിക്കൻ കറിയാണ്. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷമാണ് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ 1-2 അല്ലി വെളുത്തുള്ളി. ഞാൻ പറഞ്ഞല്ലോ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അല്ല, നമ്മൾ ആദ്യം പേസ്റ്റ് ചേർത്തു. രണ്ടാമത് എനിക്ക് എടുക്കാൻ വിട്ടുപോയി ആ വീഡിയോ. അത് അമ്മ മസാലയൊക്കെ പുരട്ടി വെച്ചതിന് ശേഷമാണ് ഞാൻ ഓർത്തത് അയ്യോ വീഡിയോ എടുക്കാൻ വിട്ടല്ലോ എന്ന്. പിന്നെ ഈ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് നീളത്തിലാണ് വെളുത്തുള്ളി അരിയുന്നത്. ഒരു 2-3 പീസൊക്കെ ആയിട്ട് അങ്ങനെ അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം മാത്രമേ തക്കാളി ചേർക്കുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പില അമ്മ കൊണ്ടുവന്നുകൊണ്ട് അമ്മയ്ക്ക് കറിവേപ്പില ഇല്ലാത്ത ഒരു പരിപാടിയില്ല. ഞാൻ വെച്ചാൽ മീൻ കറിയിലൊന്നും ഞാൻ കറിവേപ്പില ഇടാറില്ല. പിന്നെ നമ്മളൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴിടും. അല്ലാതെ ഞങ്ങൾ വീട്ടിൽ സ്വന്തമായിട്ട് കഴിക്കുന്ന മീൻ കറിയിലൊന്നും ഞാൻ കറിവേപ്പില ഇടാറില്ല. എനിക്കിഷ്ടമല്ല കറിവേപ്പില. ആ ഒരു മീൻ കറിയായിട്ട് മിക്സായിട്ട് വരുന്ന ഒരു മണമുണ്ടല്ലോ, അതെന്തോ എനിക്ക് അത്ര പിടിക്കില്ല. അപ്പോൾ അമ്മ ഇതാ ലാസ്റ്റിൽ കറിവേപ്പില മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ പച്ചയിൽ ആ ഒരു പച്ചമണം മാറി നന്നായിട്ട് അതിൽ കുഴഞ്ഞു വരണം. അപ്പം അതിനായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കറണ്ട് പോയി വന്നും കൊണ്ടേ ഇരിക്കുന്നു. കറണ്ടിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ വലിയൊരു കയ്യിലെടുത്തു, സ്പൂൺ കൊണ്ട് പറ്റാത്തതുകൊണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ വന്നപ്പോഴുള്ള മെയിൻ പ്രശ്നമാണ് ഒന്നും അങ്ങനെ കിട്ടണില്ല. നമ്മുടെ വീട്ടിലെ അടുക്കളയെന്ന് വെച്ചാൽ കുറച്ച് വലുതാണ്. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഇതുപോലെ ചെറുതായതുകൊണ്ട് ആദ്യമായിട്ട് സംഭവങ്ങളൊന്നും മനസ്സിലാവണില്ല എന്താണ് ഏതാണ് എന്നൊക്കെ ഉള്ളത്. ഇനി ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഈ അടുക്കളയൊന്ന് ക്ലോസ് ആക്കുവേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എല്ലാം ഒന്ന് അടുക്കി പറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ആ മസാല, നമ്മുടെ സവാള ഉള്ളി ഇതൊക്കെ ഒന്ന് സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില, അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഉപ്പിട്ടിട്ടാണ് വഴറ്റിയത്.
വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ മസാലയല്ല ചേർക്കുന്നത്. ഈ മസാല പുരട്ടിയിട്ടുള്ള ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ആ ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇവരെ ഒരു പ്രത്യേക ഒരു സ്റ്റൈലാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ കുരുമുളക് പൊടി നന്നായിട്ട് ചേർക്കും. ഞാൻ എന്ന് വെച്ചാൽ അങ്ങ് എന്താ പറയുക, ഒരു പൊടി അത്ര മാത്രമേ ഞാൻ ചേർക്കുള്ളൂ. പിന്നെ അതൊന്ന് തിളക്കാൻ വെച്ചേ, അതിലൊന്നും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ ആ ഒരു ചിക്കൻ വെച്ച ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് മസാലയൊക്കെ ഇതാക്കിയിട്ട് വീണ്ടും അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർക്കാം. അധികം വെള്ളം ചേർത്താൽ എൻ്റെ കറി പോലെ ഇരിക്കും, സാമ്പാർ രസം പോലെ ഇരിക്കും. അപ്പോൾ അധികം വെള്ളം ചേർക്കാറില്ല. വളരെ കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണെങ്കിൽ നമ്മൾ ഇത്രയും വെള്ളം ചേർക്കാൻ പാടുള്ളൂ. പിന്നെ പച്ചവെള്ളമല്ല അമ്മ ചേർക്കുന്നത്, ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോഴേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പച്ചവെള്ളം ഒരിക്കലും ചേർക്കാൻ പാടില്ല. ചൂടുവെള്ളം ചേർത്ത് നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറുമേ. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, നടിക്ക് പിടിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഏകദേശം കഴിഞ്ഞപ്പോഴേ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ അച്ഛനാണ് അടുത്തത് വന്ന് നോക്കുന്നത്. അപ്പോൾ അച്ഛൻ വന്ന് നോക്കി നമ്മുടെ ചിക്കൻ കറി അങ്ങ് റെഡിയായി. ഇനി ഇതിപ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ചൂട് മാറുമ്പോൾ ചെറിയൊരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടേ. നമ്മൾ എന്ത് കറിയും വെച്ചിട്ട് കുറച്ച് സമയം അങ്ങ് കഴിയണം, കഴിഞ്ഞാൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ചിക്കൻ കറി റെഡി. അപ്പോൾ അടിപൊളി ചിക്കൻ കറി. അമ്മയുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ വീണ്ടും നമ്മൾ മല്ലിയില മുറിച്ചിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മല്ലിയിലയും കൂടെ മുറിച്ച് ഗാർണിഷ് ചെയ്ത് നമ്മുടെ ചിക്കൻ കറി റെഡിയായി.